കർണാടകയിൽ മദ്യവില വീണ്ടും ഉയരാനിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ പുതുക്കി രൂപകൽപ്പന ചെയ്ത എക്സൈസ് തീരുവ ഘടന മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെയാണ് ഈ വില വർധനവ് നടപ്പിലാകുന്നത്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം മദ്യവിലയിൽ വരുത്തുന്ന 5ാമത്തെ വർധനവാണിത് എന്നതും ശ്രദ്ധേയമാണ്. പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി മദ്യത്തിന്റെ ആൽക്കഹോൾ അളവും വില വിഭാഗവും അടിസ്ഥാനമാക്കി നികുതി നിശ്ചയിക്കുന്ന രീതിയിലേക്ക് സർക്കാർ മാറിയിരിക്കുകയാണ്. ഈ പുതുക്കിയ നയത്തിൽ ചില പ്രത്യേകതകളും കാണാം. കുറഞ്ഞ ആൽക്കഹോളുള്ള ചില പ്രീമിയം മദ്യങ്ങൾക്ക് ചെറിയ തോതിൽ വില കുറയാൻ സാധ്യതയുണ്ടെങ്കിലും സാധാരണയായി കൂടുതൽ ഉപയോഗിക്കുന്ന മദ്യവിഭാഗങ്ങൾക്ക് ഏകദേശം 20% വരെ വില വർധനവ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇത് സാധാരണ ഉപഭോക്താക്കളെയാണ് കൂടുതൽ ബാധിക്കുക. കർണാടകയിലെ മദ്യവില പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. ഉൽപാദകർ അവരുടെ ഫാക്ടറി വില പ്രഖ്യാപിച്ചാലും അന്തിമമായി ഉപഭോക്താവിന് ലഭിക്കുന്ന പരമാവധി ചില്ലറ വില സർക്കാർ തന്നെ നിശ്ചയിക്കുന്നു. നിലവിൽ മദ്യങ്ങളെ 16 വ്യത്യസ്ത വില സ്ലാബുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ സ്ലാബിനും പ്രത്യേകം എക്സൈസ് തീരുവ നിലവിലുണ്ട്. ഈ സ്ലാബുകളിൽ ആദ്യ 4 സംസ്ഥാനത്തിന്റെ മൊത്തം എക്സൈസ് വരുമാനത്തിന്റെ ഏകദേശം 80% സംഭാവന ചെയ്യുന്നത്. അതിനാൽ ഈ വിഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിലവർധനവ് അനുഭവപ്പെടുക. വിസ്കി, റം, ബ്രാൻഡി, ജിൻ എന്നിവ ഉൾപ്പെടുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങൾക്ക് ഒരു ക്വാർട്ടർ ബോട്ടിലിന് 15 മുതൽ 25 രൂപ വരെ വില കൂടും. പുതുക്കിയ നിരക്കുകൾ പ്രകാരം 1ാം സ്ലാബിലെ മദ്യത്തിന്റെ വില 80 രൂപയിൽ നിന്ന് 95 രൂപയിലേക്കും, 2ാം സ്ലാബ് 95 നിന്ന് 110ലേക്കും, 3ാം സ്ലാബ് 120 നിന്ന് 135ലേക്കും, 4ാം സ്ലാബ് 150 നിന്ന് 170ലേക്കും ഉയരും. ഒരു ഫുൾ ബോട്ടിലിന്റെ കാര്യത്തിൽ വിഭാഗമനുസരിച്ച് 50 മുതൽ 100 രൂപ വരെ അധികമായി നൽകേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതോടൊപ്പം ബാറുകളിലും റെസ്റ്റോറന്റുകളിലും മദ്യവില കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ട്. സർവീസ് ചാർജുകൾ, ലൈസൻസ് ഫീസ്, മറ്റു പ്രവർത്തന ചെലവുകൾ എന്നിവ കൂടി ചേർന്നതോടെ ഉപഭോക്താവിന് നൽകേണ്ട മൊത്തം തുക ഗണ്യമായി ഉയരും. അതേസമയം ചില പ്രീമിയം ഇറക്കുമതി മദ്യങ്ങൾക്ക് വില കുറയുന്ന പ്രവണതയും കാണാം. ബ്ലാക്ക് ടോക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കോച്ച് പോലുള്ള ഹൈ എൻഡ് സ്പിരിറ്റുകൾക്ക് 5 മുതൽ 15% വരെ വില കുറയാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ DSP, ബ്ലാക്ക് ഡീലക്സ് പോലുള്ള സാധാരണ ഉപയോഗത്തിലുള്ള ഇന്ത്യൻ നിർമ്മിത മദ്യങ്ങൾക്ക് 11 മുതൽ 16% വരെ വില വർദ്ധിക്കും. ബിയർ വിഭാഗവും ഈ നികുതി മാറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകില്ല. പ്രത്യേകിച്ച് ഉയർന്ന ആൽക്കഹോളുള്ള സ്ട്രോങ് ബിയറുകളുടെ വിലയിൽ ചെറിയ വർധനവ് പ്രതീക്ഷിക്കുന്നു. സാധാരണ ബിയറുകളുടെ വില താരതമ്യേന സ്ഥിരമായി തുടരാമെങ്കിലും പുതിയ നികുതി ഘടനയുടെ സ്വാധീനം അവയിലും ഏതാനും പരിധിവരെ പ്രതിഫലിക്കും. തുടർച്ചയായ ഈ വില വർധനവുകൾ ഉപഭോക്താക്കളുടെയും മദ്യവ്യാപാരികളുടെയും ശക്തമായ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാകുന്നുവെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനക്കാർക്ക് ഈ വർധനവ് കൂടുതൽ ബാധകമാകുമെന്ന് അഭിപ്രായമുണ്ട്. അതേസമയം സർക്കാർ ഈ അധിക എക്സൈസ് വരുമാനം ക്ഷേമ പദ്ധതികൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.